ജോഷി സംവിധാനം ചെയ്ത മൂന്നാം നൊമ്പരം എന്ന ബൈബിളിലെ ഒരു പ്രത്യേക സംഭവത്തെ, ഈശോയെ കാണാതായ ആ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ഇതിവൃത്തം. വാസ്തവത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങനെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ ജീവിതത്തിലെ യാതനകളിലൂടെയും വേദനകളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും പരിശുദ്ധമ്മ കടന്നുപോയത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. 12ാമത്തെ വയസ്സിൽ മകനെ നഷ്ടപ്പെടുന്നൊരമ്മ, ഒരുപക്ഷെ ഇന്ന് ടീനേജേഴ്സിനെ പലതരത്തിൽ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ നൊമ്പരങ്ങളായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അമ്മയുടെ നൊമ്പരം അന്ന് ഭയാനകമായിരുന്നു. ആദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നത് ഭർത്താവ് അറിയാതെ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭർത്താവും സമൂഹവും എങ്ങനെ ഏറ്റുവാങ്ങുമെന്നുള്ള ആ നൊമ്പരം അതിമനോഹരമായിട്ട് ആവിഷ്കരിക്കാനായിട്ട് ജോഷിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പഴയ ഫിലിമിൽ ഫോട്ടോ എടുക്കുന്ന പോലെയാണ്. ഫോട്ടോ എടുക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെഗറ്റീവ്സാണ് വരുന്നത്. ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നൊമ്പരപ്പെടേണ്ട കാര്യമില്ല. പ്രാർത്ഥനയാകുന്ന ഈ ലായനിയിൽ നമ്മുടെ അനുഭവങ്ങളെ കഴുകുമ്പോൾ അത് സുന്ദരമായിരിക്കുന്ന, രക്ഷാകരമായിരിക്കുന്ന സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഇതാണ് മൂന്നാം നൊമ്പരം എന്ന ആ സിനിമയിലൂടെ ജോഷി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് കാണുക. നിങ്ങൾക്കും ആ നൊമ്പരങ്ങൾ ആത്മീയമായിട്ടുള്ള സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളായിട്ട് മാറാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി.